പ്രമേഹവും റമദാനിലെ വ്രതവും ആർക്കൊക്കെ സേഫായിട്ട് ഫാസ്റ്റ് ചെയ്യാം? ഈ റമദാൻ മാസത്തിലെ നോമ്പ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അതൊരു രോഗം മാത്രമല്ല, ഇതൊരു പാറ്റേണാണ്. അപ്പോൾ ആർക്കൊക്കെ ഈ സമയത്ത് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് നോമ്പെടുക്കാം? വെൽ കൺട്രോൾഡ്, ശരിക്കും നിയന്ത്രണത്തിന് വിധേയമാക്കപ്പെട്ട ടൈപ്പ് 2 പ്രമേഹമുള്ളവർ, സ്റ്റേബിൾ ആയിട്ടുള്ള മെഡിക്കേഷൻ ഡോസ് എടുക്കുന്നവർ, ഇതിൻ്റെ ഷുഗർ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, കൂടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ലക്ഷണങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുള്ളവർ. പിന്നെ ആർക്കാണ് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റാത്തത്? എത്രയോ മരുന്ന് കഴിക്കുന്ന, ഇൻസുലിൻ കഴിക്കുന്ന, ഒന്നും കൺട്രോൾ ചെയ്യപ്പെടാത്ത പ്രമേഹമുള്ളവർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഷുഗർ കുറഞ്ഞു പോകുന്ന ഹൈപ്പോഗ്ലൈസീമിയ ഉള്ള ആൾക്കാർ. പിന്നെ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പ്രമേഹം, അതും കൺട്രോൾ ആവാത്തവർ, ടൈപ്പ് 1 ഡയബറ്റീസ്. പിന്നെ പ്രമേഹമുള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഗർഭിണികൾ. എന്ന് പറഞ്ഞാൽ ഒരു ധൈര്യമല്ല, അത് സുരക്ഷയാണ്. അതിൽ